ഈ പ്രീ സ്ട്രെസ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെ പോസ്റ്റിനകത്ത് 12ഓളം കമ്പികൾ, കൃത്യമായി പറഞ്ഞാൽ കൊടക്കമ്പി എന്നാ പറയാ. ഈ ഇലക്ട്രിക് ലൈൻ പോകുന്ന 11 kV ലൈനൊക്കെ പോകുന്ന കമ്പി 7 ഇതളുകളുള്ള കമ്പികൾ ചേർന്നാണ്. ഒരു ഇതളിന്റെ വണ്ണം 4.09 മില്ലിമീറ്റർ ആണ്. അപ്പൊ ഒരു കമ്പിയുടെ വണ്ണം തന്നെ 4.09 മില്ലിമീറ്റർ ഉള്ള 7 കമ്പികളിൽ 6 അലൂമിനിയം കമ്പികളിലൂടെയാണ് വൈദ്യുതി കടന്നു പോകുന്നത്. ആ കമ്പിയുടെ വണ്ണം പോലും ഇല്ല ഈ പോസ്റ്റിൽ നകത്ത് സ്ഥാപിക്കുന്ന 12 കമ്പികൾക്ക്. അതിനാകെ 4 mm വണ്ണമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ പറയുന്നത് കൊടക്കമ്പിയാണ്. ആക്ച്വലി കൊടക്കമ്പി പോലത്തെ 4 mm വണ്ണം തന്നെ ഇതിനുള്ളൂ. കൊടക്കമ്പിയേക്കാളും കുറച്ചും കൂടെ വലുതാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ 1750 കിലോഗ്രാം ഭാരം സ്ട്രെസ് താങ്ങുന്നുണ്ട്. അതിന് വലിച്ച് മുന്നേ തന്നെ ടെൻഷൻ കൊടുത്തു ഒരു മെഷീൻ ഉപയോഗിച്ച് വലിച്ച് പിടിച്ചതിന് ശേഷം കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് ക്യൂറിംഗ് പീരീഡ് കഴിയുമ്പോൾ ഈ ടെൻഷൻ കോൺക്രീറ്റിനകത്തായി. ഈ അകത്തായ ടെൻഷൻ വല്ല മരം വീണോ ശക്തമായ കാറ്റിലോ നിർമ്മാണത്തിലെ പിഴവ് കൊണ്ടോ സ്ഥാപിക്കുന്നതിലെ പിഴവ് കൊണ്ടോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വട്ടം പൊട്ടിപ്പോകാം. വട്ടം പൊട്ടിപ്പോകുമ്പോൾ ആ ടെൻഷൻ റിലീസായി ഈ കമ്പി അകത്തേക്ക് ഉൾവലിയാം. അതാണ് പലരും പറയുന്നത് കമ്പി ഇല്ലാണ്ടാണ് പോസ്റ്റ് വാർത്തയെന്ന് പറയുന്നത്. രണ്ടാമത് സിമെന്റ് മര്യാദക്ക് ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഇത് വാർത്തയാക്കണത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കമ്പി പുറത്തേക്ക് പറഞ്ഞു പോകുന്നതെന്ന് പറയുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. കോൺക്രീറ്റിന്റെ ആ എഡ്ജിൽ നിന്ന് അതിന്റെ മോൾഡിന്റെ താഴ്ഭാഗത്തു നിന്ന് വെറും 2.25 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും 2.25 സെന്റിമീറ്റർ. 8 മീറ്റർ പോസ്റ്റിലാണെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ ഉള്ളൂ. പിന്നെ കോൺക്രീറ്റിന് പിടിച്ചു നിർത്താൻ വേണ്ടി അതിനകത്ത് ഈ 4 mm വണ്ണമുള്ള ടെൻഷൻ ഇല്ലാത്ത 2 കമ്പികൾ കൂടിയുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ്, ഒടിഞ്ഞ പോസ്റ്റ് അറ്റം ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ 14 കമ്പികൾ. അതിൽ 12 എണ്ണം പ്രീ സ്ട്രെസ്ഡ്, 2 എണ്ണം ടെൻഷൻ ഇല്ലാത്ത സാധാരണ സ്റ്റീൽ വയർ. ഇതാണ് ഇതിന്റെ കാരണം എന്ന് പറയണേ.